ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തു പോകുന്നുണ്ട്. ഏകദേശം നമ്മൾ റെഡിയായി കഴിഞ്ഞു, കണ്ണൊക്കെ എഴുതിയൊക്കെ സെറ്റ് ആയിക്കണു. ഇനി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കിയാൽ മതി. അതും കൂടി കഴിഞ്ഞാൽ ഒക്കെ സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒറ്റക്കൊന്നല്ല പോണത്, എന്തായാലും ഇമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മളൊരു ഈച്ചിൻ ചക്കരയും ആണല്ലോ, അപ്പോൾ പിന്നെ ഇമ്മയും കൂടെ ഉണ്ടാവും. നോക്കൂ, ഇതാണ് എൻ്റെ മമ്മി. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ നോക്കിയത് എൻ്റെ ഹൈറ്റ് ആയിരുന്നു. ഞാൻ ഇമ്മാനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഹൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പണ്ട് എനിക്ക് എൻ്റെ ഹൈറ്റ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം സ്കൂളിലൊക്കെ അസംബ്ലി ഉണ്ടാവുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് എന്നെ നിർത്തും. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം വരുത്തത്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഹൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണം. കാരണം ഞാൻ ഫ്ലിപ്കാർട്ട് ത്രൂ ഓർഡർ ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഡ്രസ്സുകളൊന്നും അങ്ങനെ ഓർഡർ ചെയ്യലില്ല. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഹനവും എടുത്ത് നമ്മൾ നേരെ പോയത് എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മാസം ഇത് പോയി ടൈറ്റ് ആക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണല്ലോ. ഇതിപ്പോൾ ഒരു ചടങ്ങല്ല, ഒരു ചടപ്പായി മാറി എനിക്കിപ്പോൾ ഇത്. എൻ്റെ മാത്രം ഒരാളുടെ തീരുമാനമായിപ്പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ടൈറ്റ് ആക്കി ഇനി നമ്മൾ നേരെ പോണത് എൻ്റെ ലാപ്പിൽ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് ഒരു ബാഗൊക്കെ പിടിച്ച് ഞാൻ നടന്നിരുന്നത്. എനിക്കിങ്ങനെ ബാഗൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അസഹനീയമായ ഒരു കാര്യമാണ്. അതും വലിയൊരു ബണ്ടക്കെട്ട് പോലത്തെ ഒരു ബാഗുമായിരുന്നു. അങ്ങനെ ശരിക്കും 1.5-2 ഹവർ നമ്മൾ വെയിറ്റ് ചെയ്തു അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇനിയൊന്നുമില്ല ഗൈസ്, ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇരുട്ടായിരുന്നു. അപ്പം പറഞ്ഞു ഉമ്മാക്കൊരു കേക്ക് വേണമെന്ന്. ഉമ്മാക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പ് കയറി ഉമ്മാക്കൊരു കേക്കൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ പോയി.